എന്നോട് അങ്ങോട്ട് പോകണ്ട, അങ്ങോട്ട് പോയാൽ ശരിയാവുകയല്ല. രാവിലെ അമ്മ എന്നോട് എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ പക്ഷെ പറഞ്ഞില്ല. എടാ അതേടാ, എന്റെ അമ്മയും വഴക്ക് പറയൂടാ. നമുക്കൊരു കാര്യം ചെയ്യാം, എന്റെ ചേച്ചി ചോദിക്കുന്നു, നമുക്ക് എന്റെ ചേച്ചിയോട് പറഞ്ഞു. ഞങ്ങളെ താഴത്തെ വീട്ടിൽ പോയി അവിടെ ആരോ ഉള്ളപോലെ തോന്നുന്നു ചേച്ചി. അവിടെ ആരും ഉണ്ടോ, താമസിക്കുന്നുണ്ടോ? താഴെ ഒരു വീടുണ്ട് ചേച്ചി, വേറെ വീടുണ്ട്. ഫീസായിട്ട് പറയാ. ഈ താഴത്തെ ആരും താമസിക്കുന്നില്ലാത്ത വീണ്ടുകാരാ പറയുന്നേ. അവിടെ ആരും ഇല്ലല്ലോ ഇതിന്. കഴിഞ്ഞ സ്ഥലത്തുള്ള വീടില്ലേ, ആ വീടിന്റെ കാര്യം ചേച്ചി ഞാൻ പറഞ്ഞു. ആ വീട്ടിൽ നിങ്ങൾ എന്നതിനാ പോലെ എപ്പോഴാണ് നിങ്ങൾ അവിടെ പോയത്? ഞങ്ങളിപ്പോ പോയിട്ട് വരിക. അങ്ങോട്ടേക്ക് ആരെങ്കിലും പോവും? അവിടെ ആരും താമസം പോലും ഇല്ല. ഞങ്ങള് രണ്ടും ഇന്നലെ ഒരേപോലെ സ്വപ്നം കണ്ടു. സ്വപ്നോ? രണ്ടുപേരും ഒരുപോലെയോ? അതെങ്ങനാടാ? എന്നെ സ്വപ്നം കണ്ടത്? ഞങ്ങളിപ്പോ ആ പ്രയാസത്തിന്റെ കാര്യങ്ങളൊക്കെ സ്വപ്നം കണ്ടു. എന്നിട്ട് നിങ്ങൾ എന്തിനാ അങ്ങോട്ട് പോയത്? എന്നാ ചേച്ചി പ്രശ്നം? എടാ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പണ്ട് അവിടെ ഒരു മരണം കണ്ടിട്ടുണ്ടോ നമ്മളെ മുത്തശ്ശി പറഞ്ഞിട്ട് അറിയാം. അതാരോ മരിച്ചേ? എടാ അതൊക്കെ വലിയ കഥയാ. ഇപ്പൊ അറിയാൻ എങ്ങനെ കാര്യം? ഇന്നലെ സ്വപ്നങ്ങളൊക്കെ കണ്ടിട്ട് പിന്നെന്തോ ഇതുപോലെ. എടാ ഞാൻ പറയാം, പക്ഷെ നിങ്ങൾ വേറെ ആരും പറയരുത്. ഇല്ല. നല്ലൊരു പയ്യനുണ്ടായിരുന്നു, മനോഹരമായിരുന്നു അവന്റെ പേര്. അവനൊരു പെൺകൊച്ചുമായിട്ട് ഇഷ്ടത്തിലായിരുന്നു കോളേജ് പഠിക്കുന്ന സമയത്തൊക്കെ. ആ കോളേജ് കഴിഞ്ഞിട്ടൊക്കെ അവർക്ക് ഇഷ്ടമായിരുന്നു. പക്ഷെ അത് ആ പെൺകൊച്ചിന്റെ വീട്ടില് വേറെ എന്തോ കല്യാണം വന്നു, അവള് വേറെ കല്യാണം കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഈ ചെറുക്കൻ മുഴുവൻ ഡൗൺ ആയിരുന്നു. ആരും അവന് വെളിയിലോട്ടൊന്നും കാണുന്നൊന്നുമില്ലായിരുന്നു. ഭയങ്കര ഡിപ്രഷനൊക്കെ ആയി പോയെന്ന് തോന്നുന്നു. അവൻ ജോലിയൊക്കെ ഉണ്ടായിരുന്നു, അവൻ ജോലിയൊക്കെ വേണ്ടെന്നൊക്കെ വെച്ചു. പക്ഷെ പിന്നെ അവനെ അങ്ങനെ കാണുന്നൊന്നും ഇല്ലായിരുന്നു വെളിയിലോട്ട്. പിന്നെ കുറച്ചാൾ കഴിയുമ്പോഴത്തേക്കും ഇവന്റെ മരണവാർത്ത എല്ലാവരും അറിയുന്നത്. എന്നാന്ന കാര്യം അങ്ങനെ വേറെ വിശദമായിട്ടൊന്നും അറിയത്തില്ല, ഇത്രയും അറിയാം. ഹലോ എടാ, നീ ഒരു ഇന്റർവ്യൂവിന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നോ? അത് നാളെയല്ലേ? അതിനു വേണ്ടിയെല്ലാം പ്രിപ്പയർ ഒക്കെ ചെയ്തോ? എടാ കഴിഞ്ഞ ദിവസം നീ അറ്റൻഡ് ചെയ്ത ഇന്റർവ്യൂ എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്കത് കിട്ടുമെന്നാണ് പ്രതീക്ഷ. ഞാൻ നല്ലൊരു ചെയ്തിട്ടൊക്കെ ഉണ്ട്. നീ എത്രയും പെട്ടെന്ന് നമ്മുടെ കാര്യം വീട്ടിൽ പറയണം. എന്നിട്ട് അച്ഛനെ വിളിച്ച് വീട്ടിലോട്ട് വരണം. എനിക്ക് വീട്ടിൽ കല്യാണാലോചന കുറേ നടക്കുന്നുണ്ട്. എനിക്ക് എന്നാ പറഞ്ഞു പിടിച്ചിരിക്കണ്ടെന്ന് അറിയത്തില്ല. എടി എനിക്ക് വീട്ടിൽ പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ എൻ്റെ അച്ഛൻ സമ്മതിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഹലോ എടാ മനു, എനിക്ക് അത്യാവശ്യമായിട്ട് കാണണം, ഒരു കാര്യം പറയാം. ഹലോ എടാ, ഇപ്പൊ വന്നേക്കാം. എന്നാടാ വിളിച്ചേ? കാര്യം പറ. എടാ ഗായത്രിയുടെ വീട്ടിൽ ആകെ സീനായി. ഇപ്പം അവൾക്ക് പുതിയ കല്യാണാലോചന ഒക്കെ വന്നു. ഇപ്പം എന്നാ എടാ അവൾ എന്നോട് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അവളുടെ വീട്ടിൽ ഇത്രയും സീനാണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അവള് കഴിയുന്നതും ഇങ്ങനെ വീട്ടുകാരുമായിട്ട് അങ്ങനെ സംസാരിക്കാൻ ആ കല്യാണത്തിന് അവളിങ്ങനെ താല്പര്യപ്പെടുത്തില്ല. നിന്നോടുള്ള ആ ഒരു ഇഷ്ടം കാരണം എൻ്റെ അച്ഛനോട് പറഞ്ഞാൽ തന്നെ സമ്മതിക്കുമെന്ന് എനിക്കറിയത്തില്ല. എന്നാലും ഞാൻ പറഞ്ഞു നോക്കട്ടെ. ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ ഞാൻ എന്തേലും പറഞ്ഞ് ശരിയാക്കാം. നീ പെട്ടെന്ന് കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതിപ്പം എടാ മനസ്സിലാവും, പക്ഷെ എൻ്റെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ എൻ്റെ വീട്ടുകാർ സമ്മതിക്കാത്തതാണ് എനിക്ക് ഏറ്റവും വലിയ. അവളെ ഭയങ്കര ഇഷ്ടം എനിക്ക് വെച്ചു. പണ്ട് ഗായത്രിയുടെ ഒരു കാര്യം പറഞ്ഞിട്ടില്ലായിരുന്നു? അപ്പോൾ എടാ അവളുടെ വീട്ടിൽ ഭയങ്കര പ്രശ്നമായിട്ടിരിക്കുക. അവളുടെ വീട്ടുകാര് കല്യാണം ആലോചിക്കുകയും അവൾക്കാണെങ്കിൽ ഫുള്ള് സ്ട്രെസ്സായിട്ടിരിക്കുക. എന്താ അച്ഛൻ നമ്മുടെ വീട്ടിൽ പറഞ്ഞാൽ തന്നെ കല്യാണത്തിന് സമ്മതിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അച്ഛന്റെ കാര്യമായോണ്ട്. എടാ നീയല്ലേ ഇപ്പൊ നിന്റെ കാര്യങ്ങൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പൊ എന്തായാലും അച്ഛൻ സമ്മതിക്കുമായിരിക്കും. ഞാനിവിടെ അവിടെ സപ്പോർട്ട് ചെയ്യാം. ജോലിയൊക്കെ എങ്ങനെ പോകുന്നു? കുഴപ്പമില്ല അച്ഛൻ, നല്ലപോലെ പോകുന്നുണ്ട്. നിനക്കെന്നാ എക്സാം? ഈ മാസം അവസാനം. എല്ലാം പഠിച്ചു കഴിഞ്ഞോ? പഠിക്കുന്നുണ്ട് അച്ഛാ. നിങ്ങൾ രണ്ടുപേരും എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നേ? എടാ പറയടാ. അച്ഛാ എനിക്കൊരു പെൺകുട്ടീനെ ഇഷ്ടമാണ്. പേരെന്താ? ഗായത്രി. എവിടെ ഉള്ളതാ? എനിക്കറിയാവുന്ന അച്ഛാ. എനിക്ക് കുഴപ്പമൊന്നുമില്ലടാ, നമുക്ക് വേണ്ടതുപോലെ ചെയ്യാം. ആ ശരി അച്ഛാ. എടാ മനു, നീ വിഷമിക്കില്ല, ഞാൻ ഒരു കാര്യം പറയാം. ഗായത്രിയുടെ കല്യാണം കഴിഞ്ഞു, അതോർത്ത് വിഷമിച്ചിരിക്കില്ല. നീ അച്ഛനെയും അനിയനെയും നോക്കി സന്തോഷമായിട്ട് നീ ജീവിക്കുക.
എന്നാലും എന്നൊക്കെ ഒരു വിജയം ആത്മാർത്ഥ എന്നൊന്നും അറിയത്തില്ലടാ. ചെറുക്കൻ ആത്മഹത്യ ചെയ്തിട്ട് ഒരു മാസം കഴിഞ്ഞപ്പോഴെങ്ങാണ്ട് അവന്റെ അച്ഛൻ ഇതിന്റെ വിഷമത്തിലൊക്കെ ആയിരിക്കും ഹജ്ജാക്കി ഒന്ന് മരിച്ചു. പിന്നെ അവന്റെ അനിയനെയും ഇവിടെ കാര്യം കണ്ടിട്ടില്ല. അനിയനെ നാട് വിട്ടു പോകുന്ന തോന്നുന്നത്. പിന്നെ ആ സ്ഥലവും വീടും എല്ലാം ഇങ്ങനെ കിടന്ന് പോവാ. ആരോട് ചോദിക്കാനാണ് ഇങ്ങനെയൊക്കെയാ കഥ കേട്ടിട്ടുള്ളത്. അപ്പൊ ഞങ്ങള് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരുപാട് സ്വപ്നം കാണാൻ കഴിയും. അതാ എനിക്ക് മനസ്സിലാവാത്തത്. ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ ആത്മാവ് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ആയിരിക്കും. എന്തായാലും ഞങ്ങൾ ഒന്നും കൂടെ നാളെ നടക്കുന്നു നോക്കാം. നിങ്ങൾ ഒറ്റയ്ക്കോ? നിങ്ങൾ എന്നാലും ഒറ്റയ്ക്ക് വേണ്ട, ഞാൻ വരാം. ഞാൻ നിങ്ങൾ പറഞ്ഞത് ശരിയാണോ എന്ന് അറിയണല്ലോ. ഞാൻ ഡ്രസ്സ് വാങ്ങിപ്പോ വരാം. ഓക്കെ. ഞാൻ ആദ്യം വരുന്നത് പക്ഷെ അന്ന് ഞങ്ങൾ വന്നപ്പോ ഇല്ലേ ഈ മഴ അതിർന്നു അന്ന് വീണു. ഞങ്ങളന്ന് പൈ വെക്കുന്നതിന് മുമ്പ് ഈ രാവിലെ തന്നെ തോന്നുന്നു. നിൽപ്പുണ്ടായിരുന്നു ഇത്ര നേരം അതിന്റെ കൂടെ. എടാ ഇതൊന്നും ഇവിടെ എന്താ എനിക്ക് ഓണം പഠിക്കുന്നുണ്ട്. നമ്മൾ മൂന്നുപേരും ഒരുമിച്ചാണ് നിന്നോണം. ഇതെന്താ പഴയ ബുക്കാണ്? ഇത് ഞാൻ മരിച്ച ലോകത്തോട് വിടാ. ഇത് അവിടെ എഴുതിയേക്കുന്നല്ലേ? എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമായിരുന്നു. അച്ഛൻ സമ്മതിക്കൂ എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ഭയം. എന്നാൽ അച്ഛൻ സമ്മതിച്ചു. പക്ഷെ അവളുടെ വീട്ടിൽ കല്യാണാലോചന ഇത്രയും മുന്നോട്ട് പോയെന്ന് ഞാൻ തിരിച്ചറിഞ്ഞില്ല. ഇത്രയും പെട്ടെന്ന് അവളെ എനിക്ക് നഷ്ടമാവുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അതെന്നെ വല്ലാതെ തളർത്തി. എന്നെ ആത്മഹത്യയിലേക്ക് നയിച്ചതും അതുതന്നെയാണ്. പക്ഷെ അതിൻ്റെ പേരിൽ എൻ്റെ അച്ഛനും അനിയനും ഇങ്ങനെയാവുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അവരെ രണ്ടിനെ ഒന്നിപ്പിക്കുക എന്നുള്ള ഒരേ ഒരു ആഗ്രഹം മാത്രമേ എനിക്കിനി ബാക്കിയുള്ളൂ. അപ്പൊ മനോട്ട് ആത്മാ ഇവിടെ തന്നെ ഉണ്ട്. എന്റെ ആഗ്രഹം സഫലമാവാതെ ഞാൻ ഈ ലോകം വിട്ടെങ്ങോട്ടും പോകില്ല. ഇവിടെ എനിക്ക് പേടിയാവുന്നു. നമുക്ക് പോവാ. ഇവിടെ നിക്കണ്ട. ഇവിടെ നിൽക്കുന്ന പ്രശ്നമാണ്. പോവാ പോകുന്നുണ്ട്. ഞാൻ അപ്പോഴാ പറഞ്ഞത് ഇവിടെ എന്തൊക്കെയോ ഉണ്ടെന്ന്. ഇതല്ലോ മണ്ണിന്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ അവരുടെ അച്ഛനെ അനിയനെ ഒരുമിപ്പിക്കണം. ഇല്ലാതെ ഇത് പോകും തോന്നില്ല. നമ്മൾ ഇനിയിപ്പോ എന്ത് ചെയ്യും? എനിക്കായിരുന്നു നമുക്ക് അവിടെ ചോദിക്കാം. അവരുടെ അച്ഛനും അമ്മ അനിയനൊക്കെ എല്ലാം ചോദിക്കാം. പക്ഷെ അമ്മ നേരത്തെ മരിച്ചു പോയതാ. അനിയൻ എല്ലാം അന്വേഷിക്കാം. എന്നായിരുന്നല്ലേ? എന്തായാലും നമുക്ക് വീട്ടിലേക്ക് പോവാം. നമുക്ക് വീട്ടിൽ പോവാം.